ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വെണ്ട ഉണ്ടായിനി, അതെടുത്ത് കറി വെക്കട്ടെ. അപ്പോൾ വെണ്ട കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും തക്കാളിയും ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ വെണ്ടയായിട്ട് അരിഞ്ഞിട്ട്, വെണ്ടക്കും തക്കാളിക്കൊക്കെ ഒരേ വേവാണല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ അത് ആ ചാറിലേക്കുള്ള ലേശം തേങ്ങ അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ അമ്മിമ്മ നാട്ടോ അരക്കണം. ഇടയ്ക്കിടയ്ക്ക് അമ്മിമ്മ അരക്കും, ഇടയ്ക്കിടയ്ക്കൊക്കെ മിക്സിയിൽ അപ്പോൾ മിക്സിയിൽ അരക്കണതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് അമ്മിമ്മ അരച്ചാൽ. അതിന് ചമ്മന്തി ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അമ്മിമ്മ പൊടിച്ചാൽ. ഇതാ അമ്മിമ്മൽ തേങ്ങ അരക്കുമ്പം കുറേശ്ശെ വെള്ളം അങ്ങനെ ഉറ്റിച്ച് കൊടുത്താൽ നന്നായിട്ട് അരിഞ്ഞിട്ടു. 2 പ്രാവശ്യമൊന്നും അരക്കണ്ട, ഒറ്റ പ്രാവശ്യം തന്നെ അരിഞ്ഞിട്ടു നന്നായിട്ട് അരിയും. അപ്പോൾ മിക്സിയിൽ അരച്ചതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ ലാസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളിയൊക്കെ വെച്ച് അരച്ച് കൊടുക്കാം. അപ്പോൾ അമ്മിമേൽ അരക്കുമ്പോൾ ലേശം ഒരു പണി ഉണ്ടാവും. മിക്സിയിൽ അരക്കുമ്പോൾ എളുപ്പമായി കിട്ടൂലല്ലോ. എന്നാലും നല്ല ടേസ്റ്റാണ് കറിക്ക്. ചമ്മന്തി പൊടിച്ചാൽ ചമ്മന്തിക്കൊക്കെ നല്ല രസമാണ്. അപ്പോൾ അതാ തേങ്ങ ഒക്കെ അരച്ചെടുത്ത്. അപ്പോൾ അതാ വണ്ടി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്കാട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒന്ന് തളിച്ചിട്ട് ശേഷം കടുകും കരുവേപ്പും ഇട്ട് കഴിഞ്ഞാൽ തൂമിച്ചാൽ കറി റെഡിയായി. അപ്പോൾ കറിയൊക്കെ അടയ്ക്കണ്. ഇനിയിപ്പോൾ എളുപ്പത്തിലുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കാം. ഇപ്പോൾ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. 2 ഉള്ളി എടുത്തിട്ട് വലിയ ഉള്ളി എടുത്ത് കഴിഞ്ഞ് നന്നാക്കി ചെറുതായിട്ടായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ 2-3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും 2 പച്ചമുളകും ഒക്കെ ആയിട്ട് മുറിച്ചിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ആയിട്ട് എടുത്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു മുട്ടത്തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതാണ് എളുപ്പത്തിലുള്ള ഉപ്പേരി. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഉപ്പേരിയാണ്. അതൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാട്ട് ഒഴിച്ച് നന്നാക്കിയായിട്ട് ഇളക്കി കൊടുത്താൽ മതി.
അപ്പോൾ അതാ ചൂടായ വെളിച്ചെണ്ണയ്ക്ക് കടുവും കരുവേപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കാട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഈ മുട്ടത്തോരൻ്റെ കൂട്ട്. എന്നിട്ട് നന്നായിട്ടായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് മൂടി വെച്ചാൽ ആ ഉള്ളി ഒന്ന് താളി കിട്ടും. അപ്പം നന്നാക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നമ്മൾ ഉള്ളിത്തോരനും മുട്ടത്തോരനും ഒക്കെ പറയും. അപ്പോൾ റെഡി ആയിക്കുന്നു. അപ്പോൾ ഇതാ കുറച്ച് ഉണക്കമീനുമായിട്ട് പൊരിച്ച് വെക്കാം. ഉണക്കമീനും ചോറും വെണ്ടക്കറിയും മുട്ടത്തോരനും. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.